കർത്താവിൻ്റെ നാമം വീണ്ടും വാഴ്ത്തപ്പെടുമാറാകട്ടെ. നാം ഒരുമിച്ച് വിശ്വാസ ജീവിതത്തിന്റെ അതിപ്രധാനമായ വശങ്ങളെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹാബേലിനെ വ്യത്യസ്തനാക്കിയത് തൻ്റെ യാഗമാണെങ്കിൽ, ഹാനോക്കിനെ വ്യത്യസ്തമാക്കിയത് ദൈവത്തോടു കൂടെയുള്ള തൻ്റെ കൂട്ടായ്മയാണെങ്കിൽ, നോഹയെ വ്യത്യസ്തനാക്കിയത് ഭയഭക്തി പൂണ്ട് തൻ്റെ കുടുംബത്തിന്റെ രക്ഷയ്ക്കായി ഒരു പെട്ടകം പണിതു, അബ്രഹാം വ്യത്യസ്തനായത് വിശ്വാസത്തിന് അനുസരണമാണ്. ഇതായിരുന്നു പൂർവികന്മാരുടെ സാക്ഷ്യങ്ങൾ. നാം അബ്രഹാമിനെ കുറിച്ച് ചിന്തിച്ചപ്പോൾ ഒന്ന്, കൽദേ ദേശത്ത് നിന്ന് പുറപ്പെടുവാനുള്ള അനുസരണം. ഇന്നൊരു പക്ഷേ അപ്രകാരം നമ്മളോട് ഇടപെട്ടാൽ നാം ഒത്തിരി മറു ചോദ്യങ്ങൾ ചോദിക്കും. പോകുന്ന സ്ഥലത്തെ കുറിച്ചുള്ള ധാരണകൾ, അവിടുത്തെ കാലാവസ്ഥ, ഇവിടെ നിന്നുള്ള ദൂരം, ഭൂപ്രകൃതി, ഒരു പശ്ചാത്തല വിവരണങ്ങളൊക്കെ നാം ചോദിക്കും. ഒരിക്കലും ഒരു ഡെസ്റ്റിനേഷൻ പോയിന്റിന്റെ അഡ്രസ്സ് കിട്ടാതെ നാം യാത്രയ്ക്ക് വേണ്ടി ആരംഭിക്കുകയില്ല. പക്ഷേ അബ്രഹാം ദൈവത്തിന്റെ അരുളപ്പാട് ലഭിച്ചപ്പോൾ ഒന്നും കാണാതെ വിശ്വാസത്താൽ പുറപ്പെട്ടു. ഒരു വിശ്വാസത്തിന്റെ പ്രയാണം. ഓരോ ചുവട് വെക്കുന്നതോറും അടുത്ത സ്റ്റെപ്പ് എവിടെ വെക്കണമെന്ന് കർത്താവ് തന്നെ കാണിച്ചു കൊടുത്ത പോലെ, അങ്ങനെ താൻ എവിടേക്ക് പോകുന്നു അറിയാതെ, പക്ഷേ ദൈവത്തിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട്, ദൈവത്തിൽ ആശ്രയം വെച്ചുകൊണ്ട് താൻ വാഗ്ദത്ത ദേശത്തെത്തി. ഒരിക്കലും ദൈവം നമ്മെ തെറ്റിക്കുന്നില്ല. നമുക്ക് മുൻപോട്ട് പോകാൻ നമ്മുടെ കർത്താവ് നല്ല യജമാനനായി, നല്ല ഗുരുവായി, നല്ല കർത്താവായി, ഒരു നല്ല ഇടയനായി നമുക്ക് വേണ്ടി നല്ലൊരു മാതൃക വെച്ച് കർത്താവ് ഈ വഴിത്താരയിൽ കൂടി നടന്നു പോയിരിക്കുകയാണ്. പത്രോസ് പറയുന്നത്, അവന്റെ കാൽച്ചുവടുകളെ പിൻപറ്റുവാൻ അവൻ നമുക്ക് നല്ലൊരു മാതൃക നിശ്ചയിച്ചു പോയിരിക്കുന്നു. പ്രിയമുള്ളവരെ, നാം എല്ലാവരും ഒരു സിയോനിലേക്കുള്ള വഴിത്താരയിലാണ്. കർത്താവ് നമ്മെ ഓരോ നിമിഷവും ഓരോ ദിവസവും വഴി നടത്തുന്നു. യോഹന്നാനെ സുവിശേഷ 10-ാം അധ്യായത്തിൽ ഒരിടയനും ഒരു കൂട്ടം ആടുകളും എന്നുള്ള കർത്താവായ യേശുവിന്റെ സദൃശ്യം അവിടെ വിവരിക്കുമ്പോൾ, എന്റെ ആടുകൾ എന്റെ ശബ്ദം കേൾക്കുന്നു, ഞാൻ അവയ്ക്ക് മുമ്പായി നടക്കുന്നു, അവ എന്നെ അനുഗമിക്കുന്നു. ആ ഇടയൻ അറിയാം ഈ ആടുകളെ എപ്രകാരം ഈ മരുഭൂമിയിൽ കൂടി, ഈ താഴ്വരയിൽ കൂടി, ഈ ജലാശയത്തിന്റെ അരികിൽ കൂടി, സ്വസ്ഥതയുള്ള മേഖലകളിൽ കൂടി, പച്ചപ്പുൽ മേടുകളിൽ കൂടി എപ്രകാരം കൊണ്ടെത്തിക്കണമെന്ന് നല്ല ഇടയൻ അറിയാം. അബ്രഹാമിന്റെ ലൈഫിലും ഇതുപോലൊരു ജീവിതയാത്രയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പ്രിയരെ, നിങ്ങൾ നിങ്ങളുടെ നാളുകളുടെ സ്റ്റെപ്പുകൾ ഓർത്ത് എന്ത് ചെയ്യണമെന്ന് പകച്ചു നിൽക്കുന്നവരായിരിക്കാം, ഒരു ക്രോസ് റോഡിൽ ആയിരിക്കുന്നവരായിരിക്കാം. പ്രിയരെ, നിങ്ങൾ കർത്താവിൽ വിശ്വസിക്കുന്നുവെങ്കിൽ, കർത്താവിൽ പൂർണ്ണമായി ആശ്രയിക്കുന്നുവെങ്കിൽ, നിങ്ങൾ പാർക്കുവാൻ തക്ക പട്ടണത്തിൽ നിങ്ങൾ ചെല്ലേണ്ടതിന്, നിങ്ങളുടെ ജീവിതയാത്രയിൽ നിങ്ങളെ ജയത്തോടെ നടത്തേണ്ടതിന് കർത്താവ് വിശ്വസ്തനാണ്. അബ്രഹാം വാഗ്ദത്ത കനാനിലെത്തി. ആ ദേശത്ത് താൻ കൂടാരം അടിച്ചവിടെ പാർത്തു. അബ്രഹാമിന്റെ ജീവിതത്തിൽ ഒരു യാഗപീഠവും ഒരു കൂടാരവും പിജുലവൃക്ഷവും തന്നെ വ്യത്യസ്തരാക്കുന്നു. യാഗപീഠം ദൈവത്തെ കാണിക്കുന്നു, കൂടാരം തന്റെ ഇഹലോകത്തിലെ വാസത്തെ, ഭവനത്തെ കാണിക്കുന്നു. പിജുലവൃക്ഷങ്ങൾ താൻ പോയ വഴിത്താരയിൽ വൃക്ഷം നട്ടു. എന്താണ് പിജുലവൃക്ഷം? അത് തലമുറയായി നൂറ്റാണ്ടുകളായി നിലനിൽക്കുന്നതാണ്. ഈ വഴിത്താരയിൽ കൂടെ ഒരു വിശ്വാസ വീരൻ നടന്നു നീങ്ങി ഇതുവഴി കടന്നുപോയി വരും തലമുറയ്ക്ക് വേണ്ടിയുള്ള താൻ അടയാളപ്പെടുത്തിയിട്ട് പോയ ചില മുദ്രകൾ വൃക്ഷം ഇവിടെ നിൽക്കുകയാണ്. പിജുലവൃക്ഷത്തിന്റെ ആയുസ് നൂറ്റാണ്ടുകളാണ്. തനിക്ക് തന്റെ കുടുംബാംഗങ്ങൾക്ക് ദാസന്മാർക്ക് പാർക്കുവാൻ കൂടാരം അടിച്ചപ്പോൾ അടുത്ത തലമുറകൾക്ക് വേണ്ടി ഒരു വിശ്വാസ വീരൻ ഇതുവഴി കടന്നുപോയി എന്ന് തെളിയിക്കുവാൻ താൻ വൃക്ഷം നട്ടു. അത് തലമുറകൾക്ക് ഒരു അടയാളമായി നിൽക്കുന്നു. എന്നാൽ യാഗപീഠം ദൈവത്തെ സംബന്ധിച്ച്, ആരാധനയെ സംബന്ധിച്ച്, കൂട്ടായ്മയെ സംബന്ധിച്ച്, ദൈവ സംസർഗത്തെ സംബന്ധിച്ച്, ദൈവസാന്നിധ്യം അനുഭവിക്കുവാൻ ഒരു ഇടമായി കൂടാരത്തിന് മുമ്പിലുള്ള യാഗപീഠത്തെ അബ്രഹാം പണിതു. യഥാർത്ഥത്തിൽ കൂടാരമാണ് പണിയേണ്ടത്, പക്ഷേ അബ്രഹാം യാഗപീഠമാണ് പണിതത്. ഒരു കൂടാരത്തിന് കുറ്റിയും കൊളുത്തും തുണിയും ചരടും മതി, അടിസ്ഥാനമില്ല, മാറ്റി അടിക്കേണ്ടതാണ്, പെർമനന്റ് ആയിട്ടുള്ള ഫൗണ്ടേഷൻസിൽ. പക്ഷേ അബ്രഹാം കൂടാരത്തെക്കാൾ പ്രാധാന്യം നൽകിയത് യാഗപീഠത്തിനാണ്. ഇന്നത്തെ ചിന്ത, നമ്മുടെ വിശ്വാസ ജീവിത യാത്രയിൽ നാം നൽകുന്ന പ്രാധാന്യം ഏതിനൊക്കെയാണ്? മനോഹരമായ ഭവനങ്ങൾ ആവശ്യമാണ്. നമ്മുടെ കുടുംബാംഗങ്ങളെല്ലാം സന്തോഷമായി സമാധാനത്തോടെ പാർക്കുവാനുള്ള നല്ല മനോഹരമായ വീടുകൾ നമുക്ക് ആവശ്യമാണ്. ആവർത്തന പുസ്തകത്തിലെ എല്ലാ അനുഗ്രഹങ്ങളിലും പാർക്കുവാൻ ദേശവും ഫലഭൂഷമായ ഭൂമിയും നല്ല വീടുകളും മുന്തിരിത്തോട്ടങ്ങളും മറ്റ് നിലത്തെ വിളവുകളും മൃഗസമ്പത്തും ഭൗതികമായ എല്ലാ അനുഗ്രഹങ്ങളും പഴയ നിയമ ഇസ്രായേലിനോടനുബന്ധിച്ച് ദൈവം വാഗ്ദത്തം ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്കും അതിനേക്കാൾ ശ്രേഷ്ഠമായ വിലയേറിയ വാഗ്ദത്തങ്ങളുണ്ട്. അപ്പോൾ വിലയേറിയ വാഗ്ദത്തം എന്ന് ബൈബിൾ പറയുമ്പോൾ വില കുറഞ്ഞ വാഗ്ദത്തമുണ്ട്. പത്രോസ് പറയുന്നത് ക്ഷയം, വാട്ടം, മാലിന്യം ഒന്നുമില്ലാത്ത അവകാശത്തിനു വേണ്ടിയല്ല, നിലനിൽക്കുന്ന, അഴിഞ്ഞു പോകാത്ത, ദ്രവത്വമുളവാകാത്ത, ജീർണിച്ചു പോകാത്ത, പഴകിപ്പോകാത്ത, അല്ലെങ്കിൽ കാലപ്പഴക്കത്താൽ നശിച്ചു പോകാത്ത വലിയ വാഗ്ദത്തങ്ങൾ. അതുകൊണ്ടാണ് ക്ഷയം, വാട്ടം, മാലിന്യം എന്ന് പറയുന്നത്. ക്ഷയിച്ചു പോകുന്നത്, നിർജീവമായി പോകുന്നത്, ദ്രവിച്ചു പോകുന്നത്, തുരുമ്പിച്ചു പോകുന്നത്, പഴകിപ്പോകുന്നത്. പ്രിയമുള്ളവർ, നമ്മുടെ കയ്യിലൊക്കെ ഉള്ളത് ഇപ്രകാരമുള്ളതാണോ? നമുക്ക് ലഭിക്കുന്ന എല്ലാ ഭൗതിക നന്മകളും ഉപയോഗിക്കാം, നന്നായി ഉപയോഗിക്കാം. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ ഇതെല്ലാം പഴകിപ്പോകും, ജീർണിച്ചു പോകും. മനുഷ്യന് പുതിയ പുതിയ കാര്യങ്ങൾ വേണമെന്ന് തോന്നും. എന്നാൽ ഏറ്റവും ശ്രേഷ്ഠമായത് നിലനിൽക്കുന്ന വാഗ്ദത്തങ്ങളുണ്ട്, വിലയേറിയ വാഗ്ദത്തങ്ങൾ. അത് നിത്യജീവന്റെ വാഗ്ദത്തമാണ്. ദ്രവത്വമില്ലാത്ത, ക്ഷയമില്ലാത്ത, പഴകിപ്പോകാത്ത, നിലനിൽക്കുന്ന, ഉന്നതമായ, ഉത്തമമായ, അത്യുത്തമമായ, ശ്രേഷ്ഠകരമായ, ശോഭനകരമായ വലിയ വാഗ്ദത്തം. നിങ്ങൾ ഏതിന്റെ പങ്കാളികളാണ്? നിങ്ങൾ ഏതിന്റെ അവകാശികളാണ്? പ്രിയമുള്ളവരെ, ഞാൻ ഈ പറഞ്ഞതെല്ലാം തേജസ്സായിട്ടും നിത്യതയിലെ അനുഗ്രഹമായും കിരീടങ്ങളായും ആത്മീക അനുഗ്രഹങ്ങളായിട്ടൊക്കെ
അത് മാറുമ്പോൾ നാം ഈ ഭാഗങ്ങൾ ചിന്തിക്കുമ്പോൾ അബ്രഹാമിന്റെ വിശ്വാസം ഈ കൂടാരത്തിലും, അബ്രഹാമിന്റെ പ്രത്യാശ ദൈവം തനിക്ക് വേണ്ടി പണിയുന്ന ഒരു പട്ടണത്തിലും, അല്ലെങ്കിൽ നിലനിൽക്കുന്ന നഗരം വെളിപ്പെടാനുള്ള ആ ദൈവീയ മഹത്വത്തിൽ താൻ പ്രത്യാശ വെച്ചിരുന്നു. പൗലോസ് പറയുന്നു, കാണുന്നത് താൽക്കാലികം, കാണാത്തതോ നിത്യം. കർത്താവായ യേശു ശിഷ്യന്മാരോട് ഇങ്ങനെ പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയ ഞാൻ പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർക്കേണ്ടതിന്. കർത്താവിൻ്റെ വരവിൻ്റെ ആഗമന ഉദ്ദേശങ്ങളിൽ പ്രധാനപ്പെട്ട വിഷയം, ഈ ഭൂമിയിൽ നാം ജീവിക്കുമ്പോൾ ഭൂമിയിലെ നമ്മുടെ വീട്, അത് കൂടാരമാകട്ടെ, കൊട്ടാരമാകട്ടെ, കെട്ടിടമാകട്ടെ, എന്തുമാകട്ടെ, അത് സ്വർഗമാകാനും ഭൂമിയിലെ വീട് സ്വർഗമാകുക മാത്രമല്ല, സ്വർഗത്തിൽ നമുക്കൊരു വീട് പണിയുക. ഇതാണ് കർത്താവിന്റെ വരവിന്റെ ഉദ്ദേശ ലക്ഷ്യം. ഭൂമിയിലെ വീട് സ്വർഗം. എന്തു മനോഹാരിത, എന്തു മഹത്വം. അതുകൊണ്ടാണ് വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു പ്രാർത്ഥന പഠിപ്പിച്ചപ്പോൾ, സ്വർഗത്തിലെ പോലെ നിങ്ങളുടെ ഇഷ്ടം ഭൂമിയിലുമാകണം. ഭൂമിയിൽ ഞാൻ പറക്കുന്ന എൻ്റെ വീട്ടിൽ, എന്നിൽ, എൻ്റെ ഉള്ളിൽ മുഴു സ്വർഗവും നിങ്ങളുടെ ഉള്ളിൽ, നിങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയാണ്. വീട് സ്വർഗമാകുക. ആ സ്വർഗത്തിന്റെ സന്തോഷവും സമാധാനവും സ്വസ്ഥതയും അനുഗ്രഹങ്ങളും മഹത്വവും സ്വർഗത്തിൽ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം ക്രിസ്തുവിൽ കൂടെ ഭൂമിയിൽ, നിങ്ങളിൽ, എന്നിൽ, ഞാൻ പാർക്കുന്ന എൻ്റെ കൂടാരത്തിൽ. അതാണ് കർത്താവിനെ കുറിച്ച് പറഞ്ഞത്. അവൻ നമ്മുടെ ഇടയിൽ വന്ന് പാർത്തും, വചനം ജഡമായി തീർന്നു, കൃപയും സത്യം നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു, നിങ്ങളോട് കൂടെ വസിക്കും. അതാണ് ശിഷ്യന്മാരെല്ലാം വിളിച്ചപ്പോൾ കർത്താവ് പറഞ്ഞത്, വന്ന് കാണുമീ, വന്ന് കാണുമീ. നാം ചെന്ന് അവനോടുകൂടെ പാർക്കുവാൻ, കൂടെ ആയിരിക്കുവാൻ. അപ്പോൾ തന്നെ സ്വർഗത്തിൽ എനിക്കൊരു വീട്, എനിക്കൊരു കെട്ടിടം. പൗലോസിന്റെ ഭാഷ പറഞ്ഞാൽ മീതെയുള്ള കെട്ടിടം. ഇവിടെയുള്ള ശരീരവും ഭൗതിക സമൃദ്ധിയും സമ്പത്തും കെട്ടിടവും എല്ലാം അഴിഞ്ഞു പോകും, ക്ഷയിച്ചു പോകും. പക്ഷേ നിലനിൽക്കുന്ന സ്വർഗീയ കെട്ടിടം, അത് മീതെ ധരിപ്പാൻ, ഇത് ഉരിഞ്ഞു കളഞ്ഞ് അത് മീതെ ധരിക്കുവാൻ സ്വർഗത്തിൽ നിങ്ങൾക്കുണ്ട്. അബ്രഹാം അതിനുവേണ്ടി കാത്തിരുന്നു. ഈ കൂടാരത്തിൽ പാർത്തുകൊണ്ട് തന്റെ അടുത്ത തലമുറകളോട് പറഞ്ഞു, ഇസ്ഹാക്കിനോട് യാക്കോബിനോട് പറഞ്ഞു, വരുവാനുള്ളത് അത്രേ, നിലനിൽക്കുന്ന വലിയ പട്ടണങ്ങൾ, അതിനുവേണ്ടിയുള്ള കാത്തിരിക്കുവാൻ. ഇതാണ് പ്രിയമുള്ള ഒരു വിശ്വാസത്തിന്റെ അനുസരണം മാത്രമല്ല, വിശ്വാസത്തിന്റെ പ്രതീക്ഷകൾ, പ്രത്യാശയോടെ കാത്തിരിക്കുവാൻ. ഒരിക്കലും ഈ കൂടാരത്തിൽ ഒതുങ്ങി കഴിയുവാൻ വലിയ പാടാണ്. വീട്ടിൽ ഉള്ള 300-ലധികം അഭ്യാസികള്, ദാസന്മാര്, ബാല്യക്കാര്, തന്റെ കുടുംബാംഗങ്ങൾ എല്ലാവരും ചേർന്ന് ഈ കൂടാരത്തിൽ കഴിയുകയാണ്. പക്ഷെ അതിനേക്കാൾ അപ്പുറത്ത്, ഈ കൂടാരത്തിന്റെ നാലുകെട്ടിനപ്പുറത്ത്, ഇതിന്റെ അതിരുകൾക്കപ്പുറത്ത്, ഈ കാഴ്ചകൾക്കപ്പുറത്ത്, ഈ മരുഭൂമിക്ക് അപ്പുറത്ത് ഒരു വാഗ്ദത്തമുണ്ട്, ഒരു കനാനുണ്ട്, ഒരു നിത്യതയുണ്ട്, ഒരു തേജസ്സുണ്ട്, സ്വർഗീയമായവയുണ്ട്. അബ്രഹാമിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ വിശ്വാസത്തിന് അനുസരണവും വിശ്വാസത്തിന്റെ പ്രതീക്ഷകളും നമ്മുടെ പഠനം ഇന്നിവിടെ അവസാനിപ്പിക്കുമ്പോൾ നമുക്ക് കാത്തിരിക്കാം, ദൈവിക പദ്ധതിക്ക് വേണ്ടി കാത്തിരിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.